ചാർക്കോൾ, അതായത് ചിരട്ടയുടെ കരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊന്നും ഇങ്ങനെ ചിരട്ട നമ്മളെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട സുഖമായിട്ട് നമുക്ക് കത്തിച്ചെടുക്കാം. ഇതിൻ്റെ കരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഓയിൽ, അതായത് ഈ നെറ്റിയുടെ അവിടേക്ക് നര വന്നിരിക്കുന്നവർക്ക് എങ്ങനെ നമുക്ക് ഒരു ഹോം മെയ്ഡ് എണ്ണ ഉണ്ടാക്കിയിട്ട്, ഇതൊരു വലിയ അറിവായിട്ടൊന്നും വിചാരിക്കേണ്ട, ഇത് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്കത് നോക്കുക. കാരണം നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നെറ്റിയുടെ അവിടെ മാത്രം നരച്ചിരിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതേ കണ്ടോ, ഇതിങ്ങനത്തെ ഉലുവ, ചാർക്കോൾ, അതായത് ചിരട്ട കത്തിച്ച് നമ്മൾ കരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് കറുവപ്പട്ടയുടെ പട്ട, ഒരു ബേ ലീഫില്ലേ ഈ കറുവപ്പട്ടയുടെ കൂടെ ഉള്ള, പിന്നെ കരിഞ്ജീരകം. ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം. ഇത് ഇത്രയും കൂടി എടുത്തു വെക്കുക. പിന്നെ ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയുടെ ഇല എടുത്തു. ഇതിൻ്റെ പേരെന്താ, നീമ, എന്താ ഇതിൻ്റെ പേര് മോനെ, വേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, കറിവേപ്പ്, പിന്നെ മുരിങ്ങ ഇല. ഇത് ഇത്രയാണ് നമ്മൾ ഇലകൾ എടുത്തിരിക്കുന്നത്. ആര്യവേപ്പിൻ്റെ ഇല, കരിവേപ്പില, മുരിങ്ങ ഇല, പനിക്കൂർക്കയുടെ ഇല. മുരിങ്ങ ഇല മസ്റ്റായിട്ട് വേണം. ബാക്കിയൊക്കെ കറിവേപ്പ് നിങ്ങളിൽ കാണും. മുരിങ്ങ ഇല നിങ്ങൾ നന്നായിട്ട് എടുക്കണം. മുരിങ്ങ ഇലയാണ് ഇതിൻ്റെ കറുപ്പ് കൊടുക്കുന്നുണ്ടത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഇതൊരു നല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു എണ്ണ കാച്ചാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം അതിനിടയ്ക്ക്. പിന്നെ അതിൽ കൂടി ഒഴിക്കുന്ന എണ്ണകൾ ഞാൻ കാണിക്കാം. ഇത് ഞാൻ ഇനി ഇതെല്ലാം കൂടി ഡ്രൈ ആക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലിടുന്ന രണ്ട് സാധനമാണ് തേയിലയും കോഫി പൗഡറും. നമ്മൾ തേയിലപ്പൊടിയും കോഫി പൗഡറും ഇതെല്ലാം കൂടി നമ്മൾ ഡ്രൈ ആക്കി ഇതിനെ പൊടിച്ചെടുക്കുക. ഞാൻ കാണിക്കാം. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇതെല്ലാം ഇടുന്നത്. ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കണം. ഓരോ ഇലകളായിട്ട് നമ്മളിതിൽ ഓരോ ഇലകളും ഇങ്ങനെ വറുത്തെടുക്കും. ഇതെല്ലാം ഒരുമിച്ച് വറുത്തിട്ട് കാണും. ഇതാണ് കരിവേപ്പ്, പിന്നെ ആര്യവേപ്പ്, പനിക്കൂർക്ക, മുരിങ്ങയില. ഇതെത്രയും കൂടി നമ്മൾ നല്ലോണം കണ്ടോ ഇങ്ങനെ തിരുമ്പിച്ച് എണ്ണച്ചിട്ട് ഇങ്ങനെ വറുക്കാണ്. ഇതിന് കരിഞ്ഞിട്ട് കാണിക്കുന്നത്. ബാക്കി പിന്നെ ഓരോന്ന് ചെയ്യുന്നത് കാണിക്കും. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിൽ വരും. പേടിക്കേണ്ട. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തീ കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ തീയിലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം നമുക്ക് കണ്ടു ഒരുമിച്ചായി കിട്ടും. പൊടിക്കുന്ന കണക്കിന് നമുക്ക് കിട്ടും. ഇതിങ്ങനെ എല്ലാം കൂടി നമുക്ക് പൊടിക്കുന്ന കണക്കിന് കിട്ടും. ഇതിങ്ങനെ ആദ്യം നമ്മൾ ഇലയെല്ലാം ഇങ്ങനെ ഡ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ആയതിനു ശേഷം അടുത്ത സാധനങ്ങൾ അടുത്ത ഓരോന്നായിട്ട് നമുക്ക് വറക്കാം. നമ്മൾ കോഫി പൗഡറും ഞാൻ ഓഫ് ചെയ്തു. കോഫി പൗഡറും തേയിലയും കൂടി ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. തേയിലയും കൂടി തട്ടി ഞാൻ ഇനി കോരി എടുത്തതിൻ്റെയാണ്. ഇനി അടുത്തത് ഇത് നമ്മൾ ഇലകളെല്ലാമാണ്, തേയില, കോഫി, ഇലകളെല്ലാം കൂടി ഇട്ടിട്ടുള്ളതാണ്. കാരണം ഈ ഇലകൾ സെപ്പറേറ്റ് തന്നെ ഇങ്ങനെ മൂപ്പിക്കണം. ഇലയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ കരിഞ്ജീരകവും ഉലുവയൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം അത് സെപ്പറേറ്റ് മൂപ്പാണ്. അത് രണ്ടും കൂടി ആ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അത് ആവത്തില്ല, അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇല പിന്നെ വാടി വരാനായിട്ട് കുറച്ചുകൂടി സമയം പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടായിട്ട് തന്നെ മൂപ്പിക്കുക. ഇങ്ങനെ വറുത്തെടുക്കുക ചീനച്ചട്ടിയിൽ നല്ലപോലെ. ഇതിപ്പോൾ ഞാൻ ഇലകളെല്ലാമാണ്. ഇത് ഇല കംപ്ലീറ്റ് കരിവേപ്പ്, അരിവേപ്പ്, പനിക്കൂർക്ക, മുരിങ്ങയില ഇതെല്ലാം കൂടി ഇങ്ങനെ വറുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് പൊടിക്കാൻ കണക്കാക്കി എല്ലാ ഇലയും മൂത്തിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് ഇതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉലുവ, കരിഞ്ജീരകം, ലീഫ്, ഈ കറുവപ്പട്ട, ചാർക്കോൾ ഇത്രയും കൂടി നമ്മൾ ഒന്നും കൂടി ഇടുക. ചാർക്കോൾ എടുത്തതാണ്, പക്ഷെ ഞാൻ ഒന്നും കൂടി അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കണ്ടില്ലേ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം കൂടി ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം നല്ലോണം പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഈ സാധനങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇനി ഇത് നമ്മൾ
ഇതേ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടല്ലോ, ഇതെല്ലാം പൊടി കറക്റ്റായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് മതി, ഇത് കൂടി പോകരുത്, നമ്മൾ കുക്ക് ചെയ്യത്തില്ല. ഇനി ഇത് നമ്മൾ എണ്ണ കലക്കി, ഇത് എന്താണ് നല്ലെണ്ണ, ബദാം ഓയിൽ കുറച്ച് മതി. എല്ലാം നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വേണം ഇത് എണ്ണ ഒഴിക്കുക. അതിനൊരു പ്രത്യേക കണക്കില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന ഇത് നമ്മൾ ഇത് ബദാം ഓയിൽ, ഇത് ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ നമുക്ക് വേണ്ടി ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, 4 ഓയിലും കൂടി ഒഴിക്കാനാണ് പറയുക. കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, 4 ഓയിലും കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിൽ, നല്ലെണ്ണ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ എല്ലാവരുടെ അടുത്തും പറയും ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, 4 ഓയിൽ. ഇതിൽ കൂടി ഞാൻ ചേർത്തിരിക്കുന്നത് നല്ലെണ്ണ, കാരണം കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും പൊടിക്ക് ഇത്ര എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കുക്ക് ചെയ്യില്ല. ഇത് നല്ലോണം ഈ പൊടിയും എണ്ണകളും കൂടി മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇന്നൊരു ഫുൾ ഡേ നമ്മൾ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കും. നാളെ വെയിലത്ത് വയ്ക്കും, രാത്രിയിലെടുത്ത് തിരിച്ചു വെക്കും, പിന്നെയും മറ്റന്നാൾ വെയിലത്ത് വെക്കും, അതായത് 2 ദിവസം വെയിലത്ത് വെക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്യും. അതിന് ശേഷം നമ്മളിത് അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യില്ല. ഇത് കണ്ടില്ലേ, ഇത് തലയിൽ തേച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇരുമ്പ് ചീനച്ചട്ടിയിലിരിക്കുകയാണ്. വെയിലത്ത് വെച്ച് കണ്ടല്ലേ, കുറച്ച് കുറുകിയത് കണ്ടല്ലേ. അപ്പോൾ അതിന് ഇനി നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുകയാണേ. കുപ്പിയിലേക്ക് മാറ്റി അരിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഒരു കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മുടിയിൽ ഇപ്പോൾ ഫുള്ള് നരയുള്ളവർ നെറ്റിയുടെ അവിടേക്ക് കുറച്ചേ ഉള്ളൂവെങ്കിൽ ഇതൊരു തുള്ളി എടുത്താൽ മതി. എല്ലാ ദിവസവും കുളിക്കുമ്പോഴത്തേക്ക് ഒരു തുള്ളി എടുത്താൽ മതി. അല്ല നിങ്ങളുടെ സൗകര്യം പോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതൊരു വലിയ കളറൊന്നും വരുന്ന കറുപ്പൊന്നും ആവത്തില്ല. ബട്ട് നമുക്കൊരു നിറവ്യത്യാസം വരും. നര ഉണ്ടെന്നൊരു തോന്നലുള്ളത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സാധനം ഒരു നിറവ്യത്യാസം നമ്മൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിറവ്യത്യാസം. എനിക്ക് തോന്നുന്നു ഞാനിത് കൊറോണയുടെ സമയത്ത് ലൈവിൽ വന്നിട്ട് ഈ എണ്ണ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിലായിരുന്നു. അപ്പം അത് എല്ലാം കണ്ടല്ലേ, ഇങ്ങനെ അങ്ങ് ഇതിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു കുപ്പിക്കകത്താക്കി ഗ്ലാസ് ജാറിനകത്താക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്റ്റൈലാവാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. അത് കണ്ടില്ലേ, വിൻഡോയുടെ അടുത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കാമെങ്കിൽ നല്ല കാറ്റത്ത് ഇങ്ങനെ ഇരിക്കും. മീൻസ് വെയിൽ കൊള്ളുന്ന അത്ര ഇങ്ങനെ. എനിക്കിവിടെ വിൻഡോ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമുള്ളപ്പോഴത്തേക്ക് എടുത്ത് തയ്ക്കുക. എത്രത്തോളം വെയിലത്തിരിക്കുന്നോ അതിൻ്റെ ഫങ്ഷൻ കൂടും. നമ്മൾ കാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ ഇത് വിൻഡോയുടെ അടുത്തുള്ള അവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ വിൻഡോയുടെ അടുത്ത് വെക്കും, പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പം നിങ്ങളിങ്ങനെ ഉപയോഗിക്കുക. എനിക്കിനി അത് ഇട്ടൊന്നും കാണിക്കാനൊന്നും വയ്യ. നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒരു തുള്ളി എടുക്കുക. ഒരു 10 നമ്മൾ തലമുടി തേക്കുന്ന പോലെ ഉപയോഗിച്ച് നോക്കുക. ഇതൊരു ദോഷം വരത്തില്ല ഒരിക്കലും. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കട്ടെ, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൈ ഒക്കെ ഉപയോഗിക്കണമെന്ന് ആലോചിച്ചത് തന്നെ. ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇത് പോകുമെന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഗുണമുണ്ടെന്ന് തോന്നിയുകൊണ്ട് ഞാനിത് കാണിക്കുന്നതാണ്. ഇത് ആർക്കും അത് കറുത്തിട്ടില്ല, എനിക്ക് പ്രോബ്ലം വന്നു, അതൊന്നും പറയരുത്. ഇത് സെയിലില്ല, ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു സെയിലും ഇല്ല. എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്. നിങ്ങളിത് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കഴിഞ്ഞു കാണും. ഇത് കുറേ മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഓക്കെ.